ഇതുവരെ എടുക്കാത്ത രീതിയിലുള്ള നടപടികളിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പൊതുസമൂഹം ഇതിനെ എങ്ങനെ കാണുന്നു എന്നതാണ് കോൺഗ്രസിനെ ഒരു ശക്തമായ നടപടിയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത്. നേരത്തെ എം വി ഗോവിന്ദനായാലും ആദ്യഘട്ടത്തിൽ ഈ വിഷയത്തിൽ പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ട്, അത് കോൺഗ്രസ് എടുക്കേണ്ട തീരുമാനമാണ് എന്നായിരുന്നു. രണ്ടാമത്തെ ദിവസം അത് കൂടുതൽ ശബ്ദരേഖകൾ പുറത്തേക്ക് വന്നപ്പോൾ കോൺഗ്രസ് പൊതുവികാരത്തിനനുസരിച്ച് പ്രതികരിക്കണം എന്ന പ്രതികരണത്തിലേക്ക് വന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജനവികാരം ആ നിലയ്ക്ക് ശക്തമായിരുന്നു എന്ന് മനസ്സിലായത് കൊണ്ടാണ്. ആ നിലയ്ക്ക് കോൺഗ്രസും അത് മനസ്സിലാക്കിയപ്പോഴാണ് നടപടികളിലേക്ക് വന്നത്. ഇനി അങ്ങോട്ട് ഇനി മുഴുവൻ രാഷ്ട്രീയമാണ്. കാരണം ഇനി തെരഞ്ഞെടുപ്പ് വരികയാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കോൺഗ്രസിനും ഇനി ശക്തമായ നിലപാടുകൾ, പ്രതികരണങ്ങൾ എടുക്കേണ്ടി വരും. രാഷ്ട്രീയമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യം. കാരണം 2016 ആവർത്തിക്കാൻ പാടില്ല. സോളാർ വിഷയം എങ്ങനെ പ്രതിക്കൂട്ടിലാക്കിയോ അല്ലെങ്കിൽ ഏത് രൂപത്തിൽ അത് തിരിച്ചടിയായി തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതൊക്കെ അറിയാവുന്നതാണ്. അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും പിന്നീട് കോവിഡ് വന്നു. ആ കോവിഡിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു ആരോപണം അവിടെയും ഉയർന്നിരുന്നല്ലോ ഇടതുപക്ഷത്തിനെതിരെ. പക്ഷേ ആ ആരോപണം ഒക്കെ കെട്ടടങ്ങിയത് അപ്പോഴേക്കും കോവിഡ് വന്ന് വലിയ രൂപത്തിലേക്ക് പൂർണ്ണമായും സർക്കാരിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ജനത, ഓരോ ദിവസവും എന്ത് മുഖ്യമന്ത്രി പറയുന്നു എന്ന രൂപത്തിൽ കാത്തിരിക്കുന്ന ഒരു ജനത, നിസ്സഹായമായ ഒരു അവസ്ഥ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം കടന്നു പോരുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് വിശ്വസിക്കാവുന്ന ഒരു സർക്കാർ എന്നൊരു കാരണം ആ രൂപത്തിൽ തന്നെയായിരുന്നു പ്രവർത്തിച്ചതും സർക്കാർ. അപ്പോൾ ആ വിശ്വാസം ആണ് ആ തിരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വരാൻ സഹായിച്ചത്. അപ്പോൾ അതവിടെ നിൽക്കുന്നു. അപ്പോൾ രാഷ്ട്രീയമായി ഈ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് രാഷ്ട്രീയമാണ്. കൂടുതൽ എന്തെങ്കിലും തെളിവുകൾ ഇപ്പുറത്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. നമ്മളെ സംബന്ധിച്ച് ഈ തരത്തിൽ ഈ പറഞ്ഞ ഈ വിഷയങ്ങളാണല്ലോ ചർച്ച ചെയ്യേണ്ടി വരിക എന്നുള്ളൊരു വല്ലാത്തൊരു വിഷമമുണ്ട്. കാരണം ഇനിയും ലൈംഗികാരോപണങ്ങളാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരിക? അതിന്മേലാണോ അപ്പോഴും സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടാണോ ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് എന്നൊരു ചോദ്യമുണ്ട്. രാഷ്ട്രീയമായിട്ട് വരികയാണോ, സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടുള്ള പ്രതികരണങ്ങളാണോ? ഇതൊക്കെ നോക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ കേരളം ഒന്നടങ്കം ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിനെ പൂർണ്ണമായും നിർവീര്യമാക്കിയിരിക്കുന്നതാണ് ഞാൻ പറയാം. അതാണ് ഉപയോഗിക്കുന്ന വാക്ക്. കോൺഗ്രസ് നിർവീര്യമാക്കിയിരിക്കുകയാണ്. MLA സ്ഥാനം അവിടെയുണ്ട്. ഇനി MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം അവിടേക്ക് ഉയരുമ്പോൾ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കില്ലല്ലോ എന്ന് സാങ്കേതികമായി പറയാമെങ്കിലും ഒരു വർഷത്തിന് മേലെയുണ്ടെങ്കിൽ കാലാവധി ഉണ്ടെങ്കിലേ തെരഞ്ഞെടുപ്പിന് സാധ്യതയുള്ളൂ. പിന്നെ 8 മാസമേ ഉള്ളൂ, സാധ്യതയില്ല എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി എങ്ങനെ പ്രവർത്തിക്കും നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ അവിടെ വോട്ടർ അധികാർ യാത്ര എന്തിനാണ് നടക്കുന്നത്? വോട്ടർ അധികാർ യാത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കള്ളത്തരത്തിനെതിരെയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം, BJP ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു കാരണം ഉറപ്പായും കണ്ടെത്തും. നമ്മൾ ഹരിയാനയിൽ കണ്ടത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണെന്നാണ്. 7 മാസം മാത്രം കാലാവധി ഉണ്ടായിരുന്ന സർക്കാരിൽ അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയായിരുന്നു എന്ന ഒരു വിശദീകരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. പാലക്കാട് മറ്റൊരു വിശദീകരണം നൽകിയാലോ? നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ സാധ്യത അവിടെയുണ്ട്. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് ആർക്കാണ് ഗുണം ചെയ്യുക? അത് BJPക്കാണ് ഗുണം ചെയ്യുക എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ BJP അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ BJPക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ഒരു സാഹചര്യം CPM സൃഷ്ടിക്കുമെന്നൊരു ചോദ്യം തിരിച്ച് CPMലേക്കുണ്ട്. കാരണം CPM പാലക്കാട് അത്ര ശക്തരല്ല എന്നുള്ള അവർക്ക് തന്നെ ബോധ്യമുള്ള കാര്യമാണ്. Meet the editors.